ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഇത് പാർട്ട് 2 ഓഫ് മൈ കണ്ടന്റ് ക്രിയേഷൻ ജേർണി. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എനിക്ക് 18 വയസ്സായി. ഞാൻ എൻ്റെ ഈ 18ാമത്തെ വയസ്സിൽ ഏറ്റവും പ്രൗഡായി ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഇതായിരിക്കും. ഞാൻ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള തോന്നലുണ്ടല്ലോ, അതെടുത്ത് കളഞ്ഞ് അതെൻ്റെ ഡിക്ഷണറിയിലേ ഇപ്പം ഇല്ല. എനിക്ക് ആദ്യം ഈ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള പരിപാടി ഇഷ്ടമായിരുന്നു. പക്ഷേ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പരിപാടി ചെയ്യാതിരുന്നത്. പക്ഷെ എനിക്കെന്തോ റീച്ചൊന്നും ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത് ഒരു സന്തോഷമാണ്. നമ്മളുടെ സന്തോഷമാണ് വലുതല്ലാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ട് നമ്മുടെ സന്തോഷം നമ്മൾ വേണ്ടാതെ വയ്ക്കുകയല്ല വേണ്ടത്. പിന്നെ കുറേ പേര് കളിയാക്കാനുണ്ടാവും. കുറേ പേര് കളിയാക്കാനും അട്ടഹസിച്ച് ചിരിക്കാനും നമ്മളെ കാണുമ്പോൾ ഒന്ന് ആസാക്കാനൊക്കെ കുറേ പേരുണ്ടാവും. പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. എനിക്ക് എൻ്റെ ഈ 18 വയസ്സായപ്പോൾ എനിക്ക് കുറേ സംഭവങ്ങൾ മനസ്സിലായി. ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്. നമ്മൾ ഇന്ന് നമ്മളുടെ മുഖത്തൂക്കി ചിരിക്കുന്ന ആളായിരിക്കൂല നാളെ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നൊന്നും. പിന്നെ എവിടെയും കഷ്ടപ്പെട്ട് ഫിറ്റിങ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മളെപ്പോഴും നമ്മളായിട്ട് തന്നെ നിൽക്കണം. ഒരു പീപ്പിൾ പ്ലീസർ ആയിട്ട് ഒക്കെ അവർക്ക് അത് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവരെന്നെ വേണ്ടാന്നൊക്കെയോ അല്ലെങ്കിൽ ഇവളെന്താണ് ഇങ്ങനെയാന്ന് വിചാരിക്കുമെന്ന് വെച്ചിട്ട് നമ്മൾ ഫിറ്റിങ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ എപ്പോഴും നമ്മളായിട്ട് നിൽക്കുക. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇവരെല്ലാവരും എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എന്നെ സർപ്രൈസ് ചെയ്താണ് സംഭവം. ഞാൻ അറിഞ്ഞില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി സർപ്രൈസാണ്. എനിക്ക് ശരിക്കും ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും തരുന്നത് അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല, എനിക്കാരെങ്കിലും തരുന്നത്. പക്ഷെ എനിക്ക് കൂടുതൽ സർപ്രൈസുകൾ കൊടുക്കാനാണ് ഇഷ്ടം. അപ്പം എനിക്ക് അതിൻ്റെ ഫീൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് സർപ്രൈസ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഓണസ്റ്റ്ലി എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തോ ഭയങ്കര ഞാൻ ലൗഡാണെന്ന് തോന്നി, അത്രേ ഉള്ളൂ.